കേരളത്തെ ഈ കടക്കണിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് 2.5 വർഷമായിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മളെ വീടൊരു ഇന്റർവ്യൂല് പറയുന്ന കേട്ടുകൊണ്ട് രോമാഞ്ചം നിങ്ങൾക്ക് മാത്രമല്ല ഉണ്ടായത്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. കേട്ടോക്കി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പൊതുവിപണിയിൽ നിന്ന് കടമെടുപ്പിനെ രൂക്ഷമായി വിമർശിച്ചയാളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും കടമെടുപ്പിന് യാതൊരു കുറവുമില്ല എന്ന വിവരമാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതായത് മെയ് 18-ന് അധികാരമേറിയ സർക്കാർ 2 മാസം പിന്നിടുമ്പോൾ 10,400 കോടി രൂപയാണ് ഇതുവരെ പൊതുവിപണിയിൽ നിന്ന് വായ്പ എടുത്തത്. ഏറ്റവും ഒടുവിൽ ജൂലൈ 21-ന്, അതായത് ഈ മാസം 21-ന് 2,200 കോടി രൂപ വായ്പ എടുത്തു. മെയ് 26-നാണ് ആദ്യമായി ഈ സർക്കാർ കടമെടുക്കുന്നത്. 1,800 കോടി രൂപയാണ് അന്ന് കടമെടുത്തത്. പിന്നീട് ജൂൺ 9-ന് 2,800 കോടിയും ജൂൺ 23-ന് 1,800 കോടിയും ജൂലൈ 7-ന് 1,800 കോടി രൂപ കൂടി വായ്പ എടുത്തു. ഏറ്റവും ഒടുവിൽ 2,200 കോടി രൂപ കൂടി ചേർന്നപ്പോഴാണ് ആകെ 10,400 കോടി രൂപ ഈ 2 മാസക്കാലം കൊണ്ട് പൊതുവിപണിയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. ഞാനതല്ല ആലോചിക്കുന്നുണ്ട്, ഈ കടെടുക്കുന്ന പൈസ മുഴുവൻ എവിടെ പോകുന്നുണ്ട്? ക്ഷേമ പെൻഷൻ 2,000-ൽ നിന്നും 2,000-ആയിട്ട് ഉയർത്തി. സ്ത്രീ സുരക്ഷാ പെൻഷൻ ആവിയായി. പ്രവാസി ക്ഷേമ പെൻഷൻ ബോർഡിംഗ് പാസിൽ തിക്കാണ്, ഇതുവരെ എത്തിയിട്ടില്ല. എന്താ കഥ? ആകെ ഇപ്പൊ പൈസ ചെലവായത് കണ്ടത് വയനാട്ടിൽ 2 ആളിങ്ങനെ മറ്റേ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പോകണ്ടിരുന്നു. വേറൊന്നും പൈസയുടെ ചെലവായെന്നുള്ളത് കണ്ടില്ല. ഏതായാലും കേരള ജനതയ്ക്ക് ഇത് വേണം.